നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ജീവിതശൈലി രോഗനിയന്ത്രണ ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ മിഴിവ് 2024 സംഘടിപ്പിച്ചു. 1200 വിദ്യാർത്ഥികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 10ാം ക്ലാസ്സിലെ ജാക്ക് ജെറി എന്ന വിദ്യാർത്ഥി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പാർളം കുടുംബാരോഗ്യ കേന്ദ്രവും എലൈറ്റ് മിഷൻ ആശുപത്രിയും ലോക എയ്ഡ്സ് ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. NREGW പാർളം പഞ്ചായത്ത് കമ്മിറ്റി അമ്മാടം പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം OS സുബീഷ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. അവണിശ്ശേരി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ജീവിതശൈലി രോഗനിയന്ത്രണ ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ ജീവിത രീതി, ഭക്ഷണ രീതി, വ്യായാമം, നമ്മളുടെ ജീവിത ചിട്ടകള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിക്കുമ്പോഴാണ് ഇതെല്ലാം ശരിയായി വരിക. അപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല ചിന്ത, നല്ല അങ്ങനെ എല്ലാത്തിലും ഒരു മാറ്റം ഉണ്ടാവും. എന്തായാലും അത്തരത്തിലേക്കൊരു മാറ്റത്തിലേക്ക് വഴികാട്ടിയാവട്ടെ ഇന്ന് നമ്മുടെ ക്യാമ്പ്. ഈ ഭക്ഷണ സാധനങ്ങളുടെ രുചിച്ച് നോക്കിയാൽ പോരാ, അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് എല്ലാവരും തിരക്കി അത് ഇനി ഉണ്ടാക്കാനുള്ളൊരു ശ്രമം കൂടി ഉണ്ടാവണം. നാഷണൽ ആയുഷ് മിഷൻ, അവണിശ്ശേരി പഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ക്ലിനിക്ക് പ്രവർത്തനം തുടങ്ങിയത്. ഇതോടൊപ്പം പോഷകാഹാര പ്രദർശനവും സംഘടിപ്പിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ VI ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ജീവിതശൈലി രോഗ നിയന്ത്രണ ഒരു ക്ലിനിക്കിന്റെ തുടക്കം ഇന്നു മുതൽ ആരംഭിക്കാൻ പോകുന്നത്. നമ്മളെല്ലാ കാലങ്ങളിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നല്ല ആരോഗ്യമുണ്ടാവാൻ നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു ആശയത്തെക്കുറിച്ചൊക്കെ നമ്മൾ നല്ല രീതിയിൽ പ്രതിപാദിക്കാറുണ്ട്. ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവണമെങ്കിൽ ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കണം. നമ്മൾ ഇന്നത്തെ ജീവിതക്രമമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ആരോഗ്യമുള്ള ശരീരത്തിനോടൊപ്പം ആരോഗ്യമുള്ള ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മുടെ ദൈനംദിനമായിട്ടുള്ള ജീവിതത്തിൻ്റെ തിരക്കുകളും അതേപോലെ നമ്മുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു അഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു ദുഃഖകരമായിട്ടുള്ള നഗ്നസത്യം നമ്മുടെ ജീവിത യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവൻ നല്ല രീതിയിൽ നിലനിൽക്കണമെങ്കിൽ, നമ്മുടെ ജീവിതക്രിയ മുന്നോട്ട് പോകണമെങ്കിൽ നല്ല രീതിയിലുള്ള ഭക്ഷണ പ്രക്രിയയായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിന് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തും ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായിട്ട് നല്ല രീതിയിലുള്ള ഭക്ഷണം എന്താണ്, ആ ഭക്ഷണം കഴിച്ചാലുണ്ടാകുന്ന ഗുണഗണങ്ങൾ എന്താണെന്നതിനെ കുറിച്ചുള്ള ഒരു പ്രദർശനമാണ് നമ്മുടെ ഈ മതിൽക്കെട്ടിന് പുറത്ത് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ പ്രദർശനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ചേരുവകളും അതേപോലെ തന്നെ ഇത് തയ്യാറാക്കുന്ന വിധവും അതിൻ്റെ ഗുണഗണങ്ങളൊക്കെ പുറത്ത് എഴുതി തയ്യാറാക്കേണ്ട കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിച്ച് നാളെ മുതൽ ഇന്നു മുതൽ തന്നെ അത് നമ്മുടെ ജീവിത യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. അതിനൊരു തുടക്കമാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുനിൽ ചണാശ്ശേരി, ഗീത ശ്രീധരൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഇന്ദിര ജയകുമാർ, വൃന്ദ ദിനേശ്, പ്രദീപ്, രമണി നന്ദകുമാർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ V സുനന്ദ, ഹൌസ് സർജൻ ഡോക്ടർ അക്ഷര ലക്ഷ്മി, യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ വരദ, ദീപ എന്നിവർ സംസാരിച്ചു. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ മിഴിവ് 2024 സംഘടിപ്പിച്ചു. 1200 വിദ്യാർത്ഥികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 10ാം ക്ലാസ്സിലെ ജാക്ക് ജെറി എന്ന വിദ്യാർത്ഥി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ലീഡർ ആന്റണി ജോൺസൺ അധ്യക്ഷത വഹിച്ചു. നാട്ടിക MLA CC മുകുന്ദൻ, ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് ജോഡിക്കാരൻ,
മാസ്റ്റർ എബ്രഹാം ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പാഠ്യേതര മേഖലകളിൽ മികവ് തെളിയിച്ച കുട്ടികൾക്കുള്ള എൻഡോമെന്റുകളും സമ്മാനങ്ങളും വിതരണം ചെയ്തു. പാറളം കുടുംബാരോഗ്യ കേന്ദ്രവും എലൈറ്റ് മിഷൻ ആശുപത്രിയും ലോക എയ്ഡ്സ് ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. എയ്ഡ്സ് ബോധവൽക്കരണ റാലി, ഫ്ലാഷ് മോബ്, ബോധവൽക്കരണ ക്ലാസ് എന്നിവയാണ് സംഘടിപ്പിച്ചത്. അമ്മാടം സെന്ററിൽ നടന്ന പരിപാടിയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KP നിമ, നഴ്സിംഗ് ഓഫീസർ E മിനി, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ KM അബിത, PK സ്വപ്ന, MLSP നഴ്സുമാരായ വിനിത സാജസ്, സീനിയർ ക്ലർക്ക് മാത്യൂസ് ചൊവ്വുകാരൻ, ടെസി ഡേവിഡ് തുടങ്ങിയവർ പങ്കെടുത്തു. NREGW പാർലം പഞ്ചായത്ത് കമ്മിറ്റി അമ്മാടം പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം OS സുബീഷ് ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ ദിനങ്ങൾ 200 വർദ്ധിപ്പിക്കുക, പ്രതിദിന കൂലി 600 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജെയിംസ് പോൾ അധ്യക്ഷത വഹിച്ചു. ഏരിയ ജോയിന്റ് സെക്രട്ടറി TG വിനയൻ, പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, പഞ്ചായത്ത് അംഗം മിനു മുകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡായി നമ്മൾ പറഞ്ഞത് തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കരുത് എന്ന് തന്നെയാണ്. അതങ്ങനെ പറയാൻ കാരണം ഈ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ദുരിതമനുഭവിക്കുന്ന, പട്ടിണി അനുഭവിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരന്റെ പട്ടിണി മാറ്റാൻ രാജ്യത്ത് ഒരേ ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് മേൽക്കൈയുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണയുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ രൂപീകരിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതുപക്ഷത്തിന് മേൽക്കൈ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിന്റെ ദുരന്തം മുഴുവൻ ഇന്ന് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യൻ അനുഭവിക്കുകയാണ്. രണ്ടാം UPA സർക്കാരിന്റെ കാലം മുതൽ ഈ പദ്ധതിയെ ഇല്ലാതാക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ഈ മോഡിയുടെ 1, 2, 3 സർക്കാരുകൾ ഒറ്റ ലക്ഷ്യമാണ്, ഇത് വേണ്ട എന്നുള്ളതാണ്. ഊരകം LP സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഹസീന അക്ബർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഇൻചാർജ് ദേവസേന അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ എക്സിബിഷന്റെ ഉദ്ഘാടനവും പഞ്ചായത്ത് അംഗം K കൃഷ്ണകുമാർ നിർവഹിച്ചു. മുൻ പ്രധാന അധ്യാപിക ഇന്ദിര മുഖ്യ അതിഥിയായി. പ്രധാന അധ്യാപിക ഗിൽസ ആന്റണി, PTA പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയാംപുറം, വിദ്യാലയ വികസന സമിതി കൺവീനർ C വിജയൻ, പ്രീത, MPTA പ്രസിഡന്റ് കീർത്തന സുജിത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. മണ്ണിൽ പൊന്നു വിളയിക്കുന്ന ഈ കലാകാരന് മനസ്സ് നിറയെ നാടക അരങ്ങാണ്. 50 കൊല്ലത്തിലധികമായി നാടക പ്രവർത്തനവുമായി കഴിഞ്ഞ തൊട്ടിപ്പാൾ വെള്ളപ്പാടി ഷൺമുഖൻ ഇന്ന് ജൈവ കർഷകരിൽ ശ്രദ്ധേയനാണ്. തൃശൂരും വയനാടുമായി 2 നാടക തിയേറ്ററുകളുടെ സ്ഥാപകനും പ്രധാന നടനുമായിരുന്ന ഷൺമുഖൻ 80ഓളം നാടകങ്ങളിലും ടെലിഫിലിം, ആൽബം എന്നിവയിലും അഭിനയിച്ചിട്ടുണ്ട്. ഇന്ന് പറപ്പൂക്കര, ചേർപ്പ്, വല്ലച്ചിറ എന്നീ പഞ്ചായത്തുകളിലായി 18 ഇടങ്ങളിലായി 15 ഏക്കർ സ്ഥലത്ത് 10,000-ലധികം വാഴകൃഷിയും നെല്ല്, പച്ചക്കറി എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. 1973 ബാപ്പുജി ആർട്സ് ക്ലബിന്റെ നാടകത്തിലായിരുന്നു തുടക്കം. തൊട്ടിപ്പാൾ ദർശന തിയേറ്റേഴ്സിന്റെ ഒട്ടേറെ നാടകത്തിൽ അഭിനയിച്ചു. സേവ്യർ പുൽപ്പാട്ടിന്റെ അമർഷം നാടകത്തിലെ പോലീസുകാരൻ, സ്വപ്നം നാടകത്തിലെ ഹോമിസ്, അഗ്നിവലയം നാടകത്തിലെ ആശുപത്രി കമ്പൗണ്ടർ, ഗ്രാമം നാടകത്തിലെ ആനക്കാരൻ തുടങ്ങിയവ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഷൺമുഖൻ പറഞ്ഞു. പണ്ട് നാടകം ഇവിടെ ബാപ്പുജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ് 1973 നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുമ്പോൾ അതിൽ പ്രോമറ്റ് ചെയ്യാൻ ഒരാൾ വേണം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി ചെയ്ത്. അങ്ങനെ ഞാൻ പ്രോമറ്റ് ചെയ്ത്
അതിൽ ഒരു ഹോർമീസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം അഭിനയിക്കുന്ന ആൾക്ക് നാടകത്തിൻ്റെ ഒരു ആഴ്ച മുന്നേ പനി വരികയാണ്. ആ പനി വന്ന സമയത്ത് അന്ന് AP യോഗന്നാൻ, ഒല്ലൂരുള്ള AP യോഗന്നാനാണ് അതിൻ്റെ ഡയറക്ടർ. അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു, ഒരു രക്ഷയില്ല, ഷൺമുഖൻ ഇത് ഈ റോൾ അഭിനയിക്കുക. അപ്പോൾ എല്ലാ ആളുകളുടെയും ഭാഗം എനിക്ക് ഭയമായിട്ടാണ്. കാരണം വെച്ചാൽ ഞാൻ പ്രോമിറ്റ് ചെയ്ത് കൊടുക്കണതല്ലേ. അങ്ങനെ ആ നാടകത്തിൽ അഭിനയിച്ചു. അന്ന് തൊട്ട് ഒരു 10 വർഷക്കാലം ഞാൻ മുളങ്ങ്, തൊട്ടിപ്പാൾ, ദർശന തിയേറ്റേഴ്സ് അവരുടെ കൂടെയൊക്കെ അമേച്ചർ നാടകങ്ങളിലൊക്കെ അവർ ജോസേട്ടൻ്റെ ആദേശി അവരിങ്ങനെയൊക്കെ ആയിട്ട് വളരെ ബന്ധങ്ങളുണ്ട്. പിന്നെ വലിയ ഒരുവിധം തെറ്റില്ലാത്ത ട്രൂപ്പുകളിലൊക്കെ ഒരു വൺ ഡേക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഈ ഒരാളൊക്കെ ഒരു ദിവസമൊക്കെ ആളില്ലാത്ത നിലയ്ക്കൊക്കെ പോയി അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതാണ് മെയിനായിട്ട്. പിന്നെ വയനാട് ഞാൻ ജോലി ഉണ്ടായിരുന്നു, എനിക്ക് അബ്കാരിയിലായിരുന്നു ജോലി, അബ്കാരിയുടെ ഓഫീസിലായിരുന്നു മാനന്തവാടി. അപ്പോൾ അവിടെ അപർണ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ തലപ്പുഴ, അതിൻ്റെ ഡയറക്ടറും കൂടിയായിരുന്നു അന്ന് ഞാൻ. നാടകം പഠിപ്പിക്കലും അഭിനയിക്കുകയും ചെയ്യും. അങ്ങനെ കുറച്ച് കാലം. പിന്നെ അതൊക്കെ വിട്ടു, ജീവിക്കണ്ടേ. അന്ന് അവിടെ ഒരു ബിസിനസ്സൊക്കെ സ്വല്പം ഡള്ളായി, അവിടെ നിന്ന് പോന്നു. ഇപ്പോൾ ഇവിടെ കൃഷി കാര്യങ്ങളായിട്ട് ഇവിടെ നീങ്ങണ്. ഇപ്പോൾ കലാപരമായിട്ട് ഒന്നിനും പോകണില്ല എന്നല്ല, ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ പോകും. ഇതിനിടയ്ക്ക് ചില ആൽബം 1-2 ചെയ്തു. അതുപോലെ തന്നെ ടെലിഫിലിം ഇങ്ങനെ ചെയ്തു. വല്ലപ്പോഴൊക്കെ ഇപ്പോഴും വിളിക്കുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് ചുരുങ്ങിയത് ഒരു 10-15,000 വാഴയുണ്ട്. അത് 17 സ്ഥലത്തായിട്ടാണ്. ഇതൊക്കെ ഞാൻ തന്നെ നോക്കണം. മക്കളെ ഹെൽപ്പിന് ആരും ഇല്ല. മക്കൾക്ക് ഇവിടെ ഷോപ്പുണ്ട്, ഞങ്ങൾക്ക് സ്വന്തം വെജിറ്റബിൾ ഷോപ്പുണ്ട്. ആ മരുന്ന് ഇതിൻ്റെ മെറ്റീരിയലൊക്കെ ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്നാണ് കളക്ട് ചെയ്യുക. അത് കൊണ്ടുവരലൊക്കെയാണ് ഒരു മോൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ട കൃഷി മുഴുവനും ഒരു വർഷത്തിലൊരു 50 ലക്ഷം രൂപയുടെ അടുത്ത് കൃഷി നമ്മളോട് വിളവ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മഞ്ഞൾ, ഇഞ്ചി, ചേന, എല്ലാ വെജിറ്റബിൾ സാധനങ്ങളും മാക്സിമം ഞാനിവിടെ തയ്യാറാക്കുന്നുണ്ട്. അതൊക്കെ കൂടുതലും ജൈവം തന്നെയാണ്. ആനക്കാരന്റെ ഭാര്യയായി അഭിനയിച്ചത് കലാലയം രാധയായിരുന്നു. CL ജോസ്, ജോസ് പായമൽ തുടങ്ങിയവരുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. മാനന്തവാടിയിൽ അബ്കാരി ഓഫീസിലായിരുന്നു ജോലി. 2 മണിക്കൂർ മാത്രമായിരുന്നു ജോലി സമയം. ശേഷമുള്ള സമയം കൃഷിയും നാടകവും. മാനന്തവാടി തലപ്പുഴയിൽ അപർണ തിയേറ്റേഴ്സ് എന്ന നാടക ട്രൂപ്പ് ഉണ്ടാക്കിയും നിരവധി നാടകങ്ങൾ കളിച്ചു. ഇതിനിടെ ഏതാനും ആൽബം, ഹ്രസ്വചിത്രം എന്നിവയിലും അഭിനയിച്ചു. നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം കൃഷി വിപുലമാക്കിയപ്പോൾ നാടക പ്രവർത്തനം ചുരുങ്ങി. കൃഷിയുടെ തിരക്ക് മൂലം കുറച്ചു കാലമായി അഭിനയ രംഗത്ത് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെങ്കിലും കലാലോകത്തേക്ക് തിരിച്ചുവരാനുള്ള ഒരുക്കത്തിലാണ് ഷൺമുഖൻ. ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് ഒല്ലൂർ സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി ആശുപത്രി ജീവനക്കാർ ബോധവൽക്കരണ തെരുവ് നാടകം അവതരിപ്പിച്ചു. ചടങ്ങിൽ ആശുപത്രിയിൽ ആരംഭിക്കുന്ന ഹെൽത്ത് പാക്കേജുകളുടെ ഉദ്ഘാടനം തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി നിർവഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ സ്റ്റെഫി, PRO ജീസൺ ആന്റണി എന്നിവർ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ദക്ഷിണാമൂർത്തി സംഗീത നൃത്തോത്സവത്തിന് തിരിതെളിഞ്ഞു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ സംഗീത മണ്ഡപത്തിൽ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ സ്മരണാർത്ഥം നടത്തുന്ന 30 നാൾ നീണ്ടു നിൽക്കുന്ന 12ാമത് സംഗീത നൃത്തോത്സവത്തിനാണ് തുടക്കമായത്. ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി സ്വാമി ശ്രീലകത്ത് നിന്ന് കത്തിച്ച നെയ്ത്തിരിനാളം നിലവിളക്കിൽ തെളിയിച്ച് ഉദ്ഘാടനം നടത്തി. ദേവദാസ് ദേവസ്ഥാനം, സ്വാമിനാഥൻ ദേവസ്ഥാനം, വേണുഗോപാൽ ദേവസ്ഥാനം, അഡ്വക്കേറ്റ് പ്രവീൺ ദേവസ്ഥാനം, അഡ്വക്കേറ്റ് ശ്രീരാഗ്, കലാപീഠം പ്രിൻസിപ്പൽ ഡോക്ടർ പൂർണ്ണത്രയി, ജയപ്രകാശ ശർമ്മ എന്നിവർ ചുറ്റുദീപങ്ങൾ കത്തിച്ചു. തുടർന്ന് വിദ്വാൻ സിവിൻ, ചൊവ്വല്ലൂർ പടി, അഖിൽ പുത്തൻപീടിക എന്നിവരുടെ മംഗള നാദസ്വരത്തോടെ ആരംഭിച്ച സംഗീതോത്സവത്തിൽ കാഞ്ചിപീഠം ആസ്ഥാന വിദ്വാൻ ഡോക്ടർ പൂർണ്ണത്രയി ജയപ്രകാശ ശർമ്മ രചിച്ച ഗംഭീരനാട്ട, നവനീതം, ആനന്ദഭൈരവി, ഷൺമുഖപ്രിയ, മോഹന കല്യാണി, ലളിത എന്നീ വിവിധങ്ങളായ രാഗങ്ങളിൽ വിദ്വാൻ SV കൃഷ്ണ സംഗീതം ചിട്ടപ്പെടുത്തിയ ദേവസ്ഥാന ദേവതമാരെ പ്രണമിക്കുന്ന പഞ്ചരത്ന കീർത്തനങ്ങൾ 20-ൽ പരം പ്രസിദ്ധരായ സംഗീതജ്ഞർ വേദിയിൽ ആലപിച്ചു. തുടർന്ന് ലോകസമാധാനത്തിനായി പഞ്ചരത്നം കൂട്ടമായി പാടുകയും ആരതി ഒഴിയുകയും ചെയ്തു. സംഗീതോത്സവം 2ാം ദിവസം പൊൻപീടികയുടെ നാദസ്വര കച്ചേരിയും കലാമണ്ഡലം സ്വാതി, ഹൃതിക നായർ എന്നിവരുടെ സംഗീത കച്ചേരിയും കൃഷ്ണേന്ദു, അരുണ M പ്രകാശ് എന്നിവരുടെ കുച്ചിപ്പുടിയും എടമുട്ടും തേജ്വൽ നിഖിലിന്റെ ഭരതനാട്യവും ഉണ്ടായിരിക്കും. നീണ്ടു നിൽക്കുന്ന ദക്ഷിണാമൂർത്തി സംഗീതോത്സവത്തിന് ഇന്നിവിടെ തിരിതെളിഞ്ഞിരിക്കുകയാണ്. 12 വർഷം മുൻപ് ദക്ഷിണാമൂർത്തി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ മണ്ഡപം അദ്ദേഹം തന്നെ കച്ചേരി നടത്തി ഉദ്ഘാടനം ചെയ്യുകയാണ് ഉണ്ടായത്.
അതിനുശേഷം അന്ന് അദ്ദേഹം കച്ചേരി നടത്തുമ്പോൾ അന്നത്തെ സംഗീതോത്സവം 3 ദിവസങ്ങളിലായി ഏകദേശം 200 കുട്ടികളാണ് പാടിയിരുന്നത്. ഇപ്പോൾ അത് 12 വർഷം കഴിയുമ്പോൾ അത് 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു അന്താരാഷ്ട്ര സംഗീത നൃത്തോത്സവമായി മാറുകയാണ്. അതിൽ നമുക്ക് ഏറെ അഭിമാനിക്കാവുന്നതാണ്. ഇന്ന് ഏകദേശം 12 വർഷം മുൻപ് 200 കുട്ടികൾ വെച്ച് തുടങ്ങിയത് ഇന്ന് ഈ വർഷം 3000-ഓളം കുട്ടികളാണ് കലാകാരന്മാരും കലാകാരികളും അവരുടെ സംഗീതവും നൃത്തവും ഇനി 1 മാസക്കാലം ഈ വേദിയിൽ അരങ്ങുണരുന്നത്. താനം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പഞ്ചായത്തിലുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഹരിതസഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് OS അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, 5ാം വാർഡ് മെമ്പർ ആന്റോ തുറയൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KV സുനിത, അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികളായ സദാശിവൻ, മീന സുനിൽ, രഹന പ്രജു, ശ്രീകല സന്തോഷ്, സതി ജയൻ, ജിഷ്ണു പ്രേമൻ, സനിത സജൻ, സ്റ്റാഫ് അംഗങ്ങളായ റിഞ്ചു ജെറിൻ, വിഷ്ണു എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന വിദ്യാർത്ഥികളുടെ ഹരിതസഭയ്ക്ക് ചെയർമാൻ അമൽ പോളി അധ്യക്ഷത വഹിച്ചു. കൺവീനർ PS നിവേദ്യ, ദേവാനന്ദ നിശാന്ത്, PM മഹേശ്വർ, KS ശ്രീഹരി, ശ്രാവൺ, ആൻമരിയ എന്നീ വിദ്യാർത്ഥികൾ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഹരിതസഭയിൽ 150ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ആല ചേറ്റുവ മണപ്പുറത്തിന്റെ മഹനീയ പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ട് കഴിമ്പ്രം ബീച്ചിൽ സംഘടിപ്പിക്കുന്ന ബീച്ച് ഫെസ്റ്റിവലിന്റെ സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. DYSP VK രാജു ഉദ്ഘാടനം നിർവഹിച്ചു. DYSP VK രാജു ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിത്ത് VR അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ ശ്രേയസ് രാമചന്ദ്രൻ, രക്ഷാധികാരികളായ KV മോഹനൻ, PA രാമദാസ്, BD ഹരൻ നെടിയിരിപ്പിൽ, AG സുഭാഷ്, പ്രില്ല സുധി, AK വാമനൻ, സുപ്രിയ ഷിബു, ശ്രീറാണി ചിദംബരൻ, PS നിമോദ്, റീന രാജു, പ്രിയൻ കാഞ്ഞിരപ്പറമ്പിൽ, KV രാജൻ, ഷിബു നെടിയിരിപ്പിൽ, NV ദേവൻ, PR രാജീവ്, NR സിദ്ധൻ, PB ഹിരലാൽ, ശാന്ത ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ഡിസംബർ 23 മുതൽ 31 വരെയാണ് ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നത്. തൃശൂർ എറവ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് വഴിപാട് കൗണ്ടർ തകർത്ത് മോഷണം നടത്തിയ അന്തർജില്ലാ മോഷ്ടാവിനെ 48 മണിക്കൂറിനുള്ളിൽ പിടികൂടിയ പോലീസ് സംഘത്തിന് ഭക്തജനങ്ങളുടെ ആദരവ്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി നജീമുദ്ദീനെയാണ് ഇരിങ്ങാലക്കുട DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം 48 മണിക്കൂറിനുള്ളിൽ പിടികൂടിയത്. ക്ഷേത്രത്തിൽ ഒരുക്കിയ സ്വീകരണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നാടിന്റെ ആദരവ് കൈമാറി. എറവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് വഴിപാട് കൗണ്ടറും ഭണ്ഡാരവും തകർത്ത് 4 ലക്ഷം രൂപയാണ് മോഷ്ടാവ് കവർന്നത്. സമീപത്തെ മൃഗാശുപത്രിയിലും കയറി മോഷ്ടിച്ചു. CCTV ദൃശ്യങ്ങൾ വഴിത്തിരിവായ അന്വേഷണത്തിൽ പ്രതി കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി പുത്തൻവിള വീട്ടിൽ നജീമുദ്ദീനാണെന്ന് കണ്ടെത്തി. ഇയാളെ പഴയന്നൂരിലെ ഒളി സങ്കേതത്തിൽ നിന്നാണ് പിടികൂടിയത്. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ നജീമുദ്ദീൻ തിരൂർ സബ് ജയിലിൽ നിന്നടുത്താണ് ജാമ്യത്തിലിറങ്ങിയത്. പഴയന്നൂരിൽ വക്കീലിനെ കാണാൻ പോകും വഴിയാണ് ക്ഷേത്രത്തിൽ മോഷണത്തിന് കയറിയത്. പിടിയിലായ പ്രതിയിൽ നിന്ന് 10,000 രൂപയോളം കണ്ടെടുത്തു. ആലുവ ഈസ്റ്റ്, ആലപ്പുഴ സൗത്ത്, നോർത്ത്, തിരൂർ, കോട്ടയം, ഗാന്ധിനഗർ, കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനുകളിൽ മോഷണ കേസുകളിൽ പ്രതിയാണ് നജീമുദ്ദീൻ. ഭക്തരുടെ ആദരവ് ഏറ്റുവാങ്ങാനെത്തിയ ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, അന്തിക്കാട് പ്രിൻസിപ്പൽ SI K അജിത്ത്, SI VS ജയൻ, ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സീനിയർ CPO ES ജീവൻ, CPO KA സുമേഷ് എന്നിവരെ ക്ഷേത്രം മേൽശാന്തി നാരായണ ശർമ്മ പ്രസാദവും മധുരവും നൽകി സ്വീകരിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് മോഹനൻ പൂവശ്ശേരി, സെക്രട്ടറി മധുസൂദനൻ കണ്ടേങ്കാവിൽ, ട്രഷറർ ഗോവിന്ദൻകുട്ടി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുള്ള ആദരവ് കൈമാറി. എറവ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉണ്ടായ കളവിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് നമ്മൾ 48 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കതിൻ്റെ CCTVയിൽ ഫുട്ടേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം വിവിധ പോലീസ് സ്റ്റേഷൻ ലിമിറ്റുകളിലായി കളവ് നടത്തുന്ന നജീമുദ്ദീനാണെന്ന് തിരിച്ചറിയുകയും അയാളെ അന്വേഷിച്ചതിൽ നമുക്ക് വ്യക്തമായൊരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെത്തുകയും അവിടെ നിന്ന് 48 മണിക്കൂറിനുള്ളിൽ തന്നെ 6-ാം തീയതി രാത്രിയിൽ അയാളെ പിടികൂടാൻ കഴിയുകയും ഇതിൽ നിന്നും കവർന്നെടുത്ത പ്രോപ്പർട്ടി
ഉൾപ്പെടെ അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ സ്ക്വാഡിൻ്റെയും അതുപോലെ തന്നെ അന്തിക്കാട് കൂടാതെ ഇരിങ്ങാലക്കുട DSPയുടെ സ്ക്വാഡിൻ്റെയും എൻ്റെ സ്ക്വാഡിൻ്റെയുമുള്ള സംയുക്തമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമുക്കിത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7150 രൂപ, പവന് 57,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ജീവിതശൈലി രോഗനിയന്ത്രണ ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ മിഴിവ് 2024 സംഘടിപ്പിച്ചു. 1200 വിദ്യാർത്ഥികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 10ാം ക്ലാസ്സിലെ ജാക്ക് ജെറി എന്ന വിദ്യാർത്ഥി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പാർളം കുടുംബാരോഗ്യ കേന്ദ്രവും എലൈറ്റ് മിഷൻ ആശുപത്രിയും ലോക എയ്ഡ്സ് ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. NREGW പാർളം പഞ്ചായത്ത് കമ്മിറ്റി അമ്മാടം പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം OS സുബീഷ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.